ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു വെണ്ടയ്ക്ക കറിയാണ്. ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു കറിയാണിത്. ഈ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/4 കിലോ വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. വെണ്ടയ്ക്കയുടെ തിക്നെസ് മാറുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. വെണ്ടയ്ക്കയുടെ തിക്നെസ് മാറി വന്നിട്ടുണ്ട്. ഇതിനി കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വെണ്ടയ്ക്ക വഴറ്റിയെടുത്ത അതേ പാനിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ സാദാ ജീരകം, ഇനി ഇതിലേക്ക് ഒരു 15 ചെറിയ ഉള്ളി 2ആയി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാള കഷ്ണങ്ങളാക്കിയത്, 5 അല്ലി വെളുത്തുള്ളി കഷ്ണങ്ങളാക്കിയത്, ഇതെല്ലാം ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മതിയാകും. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് നെടുകെ കീറിയത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത്, 2 തണ്ട് കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ടൊമാറ്റോ വെന്ത് കിട്ടണം. ടൊമാറ്റോ വെന്ത് വന്ന് തുടങ്ങുമ്പോൾ സ്പൂണ് കൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ലോ ആക്കിയതിന് ശേഷം പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി എടുത്ത് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് പിഴിഞ്ഞെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറി വന്നതിന് ശേഷം മാത്രമേ പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവൂ. ഇനി ഗ്രേവിക്ക് ആവശ്യമായ 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയം കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി കറി ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് വരുന്ന കറിയിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വെണ്ടയ്ക്ക ചേർത്തതിന് ശേഷം ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കുക. ഉപ്പ് പാകത്തിന് ചേർത്ത് ഇളക്കിയെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് തുറന്ന് നോക്കാം. വെണ്ടയ്ക്ക നന്നായിട്ട് വെന്ത് കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കറിയിലെ ഉപ്പും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഇതിലേക്ക് 1 ടീസ്പൂൺ ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം.
നല്ല അടിപൊളി ടേസ്റ്റിലുള്ള വെണ്ടയ്ക്ക കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.